എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. വിധോണ എന്തൊക്കെ സുഖങ്ങള് തന്നെ? എന്നാണ്ട് ബക്ര ചേട്ടാ? ഓ എന്നാ ഉണ്ട്, ഒന്നുമില്ല പോകുന്നല്ലേ? പിന്നല്ലാതെ നമുക്ക് അങ്ങ് പഠിച്ചാലോ? പഠിക്കാലോ. അതെ, അങ്ങനെ അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു കാര്യം അറിഞ്ഞോ? ഞാൻ ഈ ഇടയ്ക്കൊന്ന് റോത്തിനെ വിളിച്ചപ്പോ റോത്ത് പറഞ്ഞ അസല് ബിരിയാണി അവിടെ ഉണ്ടെന്ന്. പക്ഷെ ഞാനല്ലോ വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്, വേറെ ആരും ഉണ്ടാക്കിയ ബിരിയാണിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈടാ ഈ ബിരിയാണി എന്ന് പറയുമ്പോ ഏറ്റവും നല്ലത് എവിടെയാണ്? അല്ല, ഈ കൊച്ചിന് എന്തോ പറ്റിയോ? നല്ലൊരു കൊച്ചായിരുന്നു, എന്തോ ഒരു ചെറിയൊരു. ഞാനിങ്ങനെ പുതിയ വേൾഡ് റെക്കോർഡിലേക്ക് പോവാൻ ഒരു പ്ലാൻ. എന്താ? 1 മിനിറ്റ് കൊണ്ട് 60 സെക്കൻഡിൽ കേരളത്തിന് അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ സ്ലാങ് പിടിച്ചു പോകാൻ. ഓ മനസ്സിലായി. പക്ഷെ കൊള്ളൂലല്ലേ? എനിക്ക് തോന്നുന്നത് പല ഭാഷയിൽ തെറി വരാൻ സാധ്യതയുണ്ട്, പല ഭാഷയിൽ. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ನೀವು ಕನ್ನಡ ಗೊತ್ತು? കൊത്തില്ല. കന്നഡ മാട്ട. ഇതുവരെ പറഞ്ഞത് മാട്ടയാണെന്ന്. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. എനിക്ക് പലപ്പോഴും മാറി മാറി വരാറുണ്ട്. ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ പ്യോർലി ആ ട്രിവാൻഡ്രം കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് കിട്ടും. കോട്ടയം സ്ലാങ് ആണ് കുറച്ചും കൂടി ഇങ്ങനെ മേർജ് ചെയ്ത് നിൽക്കുന്നത്. വീട് കോട്ടയമാണ്. എനിക്ക് നമ്മൾ ഒരു ഫേമസ് മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം സിനിമയിലൊന്നും ചെയ്തിട്ടുള്ള ആളല്ല, ഡിവോഷൻസ് സംഭവങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ചെന്നൈയിലാണ് അദ്ദേഹം. 25-30 വർഷമായിട്ട് ആ സമയത്ത് ചെന്നൈയിൽ നിൽക്കുക. അപ്പോൾ ഞാനിവിടെ വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അദ്ദേഹം വരുന്നു. അപ്പോൾ ഒരു ഫോൺ അവിടെ ലാൻഡ് ലൈൻ അടിക്കുകയാണ്. അദ്ദേഹം ഫോണിൻ്റെ അടുത്ത് പോകുന്നു, എടുക്കുന്നു. ഞാനപ്പോൾ പുള്ളിയോട് സംസാരിച്ചിട്ടില്ല, പുള്ളി ഏത് നാട്ടുകാരനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചെന്നൈയിൽ തമിഴ് പറയുക. ഹലോ, നീങ്ക എങ്ക പോരുന്നീങ്ക നാങ്ക വരലേ. അപ്പൊ എനിക്ക് മനസ്സിലായി. വെച്ചോടെ ഞാൻ സാറ് കൊച്ചിയാണ്. നിനക്ക് മനസ്സിലായി? അപ്പൊ അതാണ്, എവിടെ ഏത് നാട്ടിൽ എപ്പോ പോയാലും എനിക്കൊന്ന് പ്രത്യേകിച്ച് തൃശ്ശൂര് ഭാഷകളൊന്നും ഒരിക്കലും മാറില്ല. അവരുടെ അങ്ങനത്തെ വാക്കുകൾ പറയുന്നതിന്റെ മീറ്ററിൽ അങ്ങനെ അടുക്കി തന്നെ വെക്കുവര്. ശരിക്കും ചേട്ടന്, അതായത് വിധു ചേട്ടന് ഏത് ഭാഷയാണ്, ഐ മീൻ മലയാളം അങ്ങനെയല്ല പറഞ്ഞ, ഏത് സ്ലാങ് ആണ് കൂടുതലും വരിക? തിരുവനന്തപുരം. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ. എന്റെ ഫാദറിന്റെ സ്ഥലം തൃശ്ശൂരാണ്. അച്ഛനിപ്പോ വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്താണെങ്കിലും അച്ഛന്റെ തൃശ്ശൂർ ഭാഷ മാറിയിട്ടില്ല. പക്ഷെ അമ്മയുടെ ഭാഷ കുറച്ചൊന്ന് തൃശ്ശൂരായി. അമ്മ തൃശ്ശൂർ പോകുമ്പോ അമ്മ കറക്റ്റ് തൃശ്ശൂർ ഭാഷ പറയും. എനിക്കെന്തോ മാറാൻ പറ്റിയിട്ടില്ല. എനിക്ക് ട്രിവാൻഡ്രം തന്നെയാണ് എപ്പോഴും. എനിക്ക് പൊതുവെ എനിക്കൊന്നും കോട്ടയം ഭാഷ തന്നെയാണോ? അല്ല, ഞാനിവിടെ സംസാരിച്ചിട്ട് എന്താ തോന്നുന്നു, ഇത്രയും എപ്പിസോഡുകൾ സംസാരിച്ചു ഒരു കോട്ടയംകാരനോ കോട്ടയംകാരിയോ അല്ലെങ്കിൽ കോട്ടയം നാട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മള് നോർമലി അതിലേക്ക് ഇതായി പോകും. പക്ഷെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്ലാങ് ആയിട്ടില്ല. അങ്ങനെ ഒരു സ്ലാങ് പിടിക്കാറില്ല. കോട്ടയമാണ് എന്റെ പൊന്നു മോളെ, അടിപൊളി. നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളാച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളാച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. തിരുവനന്തപുരമാണ് പൊളപ്പൻ, തിരുവനന്തപുരം തന്നെ നെരിപ്പ്. അത് കലക്കും. പക്ഷേ എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക, ഇത് ഏത് ഡിക്ഷണറിയിലാണ് ഈ ഭാഷ എഴുതി വെച്ചേക്കുന്നത്? അതെനിക്ക് മനസ്സിലായി. അച്ചായം പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അച്ചായം പറഞ്ഞ സെറ്റായി. എന്നാ നിങ്ങൾ എന്താ കണ്ണും വിളിച്ചോണ്ടിരിക്കുന്നത്? എന്റെ തണ്ടിക്കാരനാവി അങ്ങോട്ട്. ഇത് എവിടുന്ന് കിട്ടി? അങ്ങനല്ല പറഞ്ഞത്. എന്റെ തണ്ടിക്കാരനാവാനെന്ന് പറഞ്ഞാൽ എന്റെ വശം ചേരാനാണ് പറഞ്ഞത്. തിരുവനന്തപുരംകാരൻ. അത് കേട്ട ആ കേക്ക്, ആ ഭാഷ കേക്ക് എന്തൊരു മധുരമാണ്. മധുരവാ. ദേ അപ്പുറം ഇരിക്കുന്ന ഈ അപ്പുറം ഇരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, കോട്ടയംകാരനാ. പക്ഷെ പുള്ളി ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കോട്ടയംകാരുടെ സംസ്കാരം അതാണ്. കേട്ടിട്ട് മനസ്സിൽ ധ്യാനിച്ച് വിറുപുറത്തിങ്ങിരിക്കും. പക്ഷെ അവർ ഇങ്ങനെ അള്ളിപ്പിടിക്കത്തില്ല. പക്ഷെ വേറെ ആരുണ്ട്, അച്ചായന്മാർ 2 അടിച്ചാൽ എല്ലാം പറയും. കോട്ടയത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷയാണ്. ഇവർക്ക് ഫാ വഴങ്ങൂല. ഭാര്യ, ഭർത്താവ്, ഭഗീരഥ, ഭരണി. അതല്ല, അത് അച്ഛന്റെ ഫ്രണ്ടിലെ പല്ല് പോയോണ്ടാ. ഞാനിപ്പോ പറഞ്ഞപ്പോ എന്റെ പല്ലിന്റെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. പല്ലി. അത് ഞാനൊക്കെ പറയുമ്പോഴുള്ളൂ, എല്ലാവരും അങ്ങനെ പറയത്തൊന്നുമില്ല. ഈ തിരുവനന്തപുരംകാർ ഇവള് ഇവിടെ കിടന്ന് വളവള വർത്താനം പറയുന്നുണ്ട്. ഞാൻ നിന്നോട് ചോദിക്കാം, തിരുവനന്തപുരത്തുകാര് എത്ര പേര് മാന്യമായിട്ട് മലയാളം പറയുന്നവരുണ്ട്? തല്ലേ ഫുള്ളേ കില്ലേ എന്ന് പറയുന്നത് നീ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനല്ലെന്ന്. ഇപ്പൊ അണ്ണൻ തിരുവനന്തപുരംകാരൻ, അണ്ണൻ മര്യാദയ്ക്ക് തന്നെ വർത്താനം പറയണമെന്ന് എനിക്കറിയാം. അണ്ണാ പല സ്ഥലത്തും പലരും പലതുപോലെ വർത്താനം പറയും. ഞാൻ അവരെ കാര്യം എന്തായിരുന്നു നോക്കണത്? ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ സംസാരിക്കും. നീ എങ്ങനെ സംസാരിച്ചാലും കൊള്ളാം. നമ്മുടെ കോട്ടയം എന്ന് പറഞ്ഞാൽ അക്ഷര നഗരിയാ. അക്ഷര നഗരി. ഇവർക്ക് പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു, അണ്ണാ അറിയാമോ? അദ്ദേഹം പ്രസംഗിക്കണ കണ്ടിട്ടുണ്ട്. മികച്ച നടി നസ്രിയ നസീം, മികച്ച ഗായിക ശ്രേയ ഘോഷാൽ. അദ്ദേഹം കണ്ണാടി എടുക്കാൻ മറന്നു, അതുകൊണ്ട് പറ്റിപ്പോയി. അങ്ങനെ പറയുവാണെങ്കിൽ
എടീ കുഞ്ഞേ, എന്താ? അങ്ങനെയാണെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയാം. അത് ആദ്യം നിങ്ങൾ കേക്കി. നിങ്ങൾക്ക് എന്തൊരു വന്നാലും നിങ്ങൾ അങ്ങ് തലസ്ഥാനത്തോട്ട് വരണം. സെക്രട്ടറിയേറ്റ് അവിടെ, നിയമസഭ അവിടെ. പറഞ്ഞു നിങ്ങൾ എന്തൊരു കൊടുക്ക്. എന്തിരി ചെയ്യും? ഈ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരംകാർ മാത്രമല്ല, കോട്ടയം ജില്ലക്കാരും അങ്ങനെ പല ജില്ലക്കാരും ഉണ്ട്. കോട്ടയം ജില്ലക്കാർ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് സംസാരിച്ചുണ്ടാക്കിയെടുത്ത വികസനമാണ് കോട്ടയം ജില്ലക്കുള്ളത്. നിങ്ങൾ അവരെ വികസനം കണ്ടിട്ടുണ്ട്? അവിടെ ചെന്ന് കോട്ടയം ജംഗ്ഷനിൽ നിന്ന് മുകളിലോട്ട് നോക്കണം, കമ്പി വളച്ചൊരു വട്ടം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്താണ് പടവലം പടത്തി അത് നമ്മളെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അല്ല, അത് പടവലം വരുത്താനൊന്നും അല്ല ഈ അത് 8ാമത്തെ അത്ഭുതമാണ്. അത് തന്നെയുമല്ല, ആകാശപാത ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് കോട്ടയം ജില്ലയിലാണ്. അത് ഞങ്ങൾ 2 വർഷത്തിനുള്ളിൽ അത് ഞങ്ങൾ നടത്തിയിരിക്കും. നടക്കുവോ? ഞാൻ ഇന്നലെയും കൂടെ കണ്ട് ഒരു 10-60 ടൂറിസ്റ്റുകൾ അത് നോക്കുന്നുണ്ട്. വാവ് എന്ന് പറയുന്നത്. അതാണ് കോട്ടയം. ഇതുവരെ ഒരു സ്ഥലത്തും കാണാത്ത അടിപൊളി ആ മേളിലിരിക്കുന്ന കാഴ്ച. അത് തന്നെയുമല്ലടി, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയിട്ടാണ് വിദേശത്ത് പോയി സമ്പന്നതയിൽ ഇങ്ങോട്ട് കോട്ടയം. എന്നാ വിദേശം എന്ന് പറഞ്ഞപ്പോ ഈ ഏറ്റവും കൂടുതൽ വിദേശികള് ആദ്യം പറഞ്ഞത് എവിടെയാ? തിരുവനന്തപുരത്ത് കോവളത്ത്. അത് എങ്ങനെ പറഞ്ഞത്? തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി. കോട്ടയത്തിനുണ്ടോ എയർപോർട്ട്? എയർപോർട്ട് അല്ലണ്ണ, ഇന്റർനാഷണൽ എയർപോർട്ട്. അവിടെ ഇറങ്ങിയിട്ടാണ് കോവളത്ത് പോണത്. ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് യാത്രാക്ഷീണം കഴിഞ്ഞ് നേരെ കയറി വരുന്നത് എങ്ങോട്ടാ? ഞങ്ങളുടെ കുമരകത്ത് ബോട്ടിലങ്ങ് വന്ന് കയറി ഒരു കുപ്പി നാടൻ തെങ്ങും കരിമീനും ആഹാര വിഭവങ്ങളുടെ ഒരു കോട്ടയാണ്. ആഹാരം എന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ വേറൊരു കാര്യമുണ്ട്. ഇവരെ നാട്ടിലുണ്ടല്ല, പെട്രോളിന് സ്വർണത്തിനും വില കൂട്ടിയെന്ന് പറഞ്ഞാൽ ഇവരൊന്നും കുലുങ്ങൂല. പക്ഷെ പോത്തിന് വില കൂടിയെന്ന് പറഞ്ഞാൽ ഇവർ നെഞ്ചിലടിച്ച് ചാവും. എന്തിനാ? പോത്തിന്. പോത്തല്ല, പോത്ത്. പോത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പിന്നല്ല, ഞങ്ങൾ അവിടെ പോത്തിറച്ചി മേടിക്കും. എല്ലാ ഞായറാഴ്ചയും മേടിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പോത്തിറച്ചി ഇങ്ങനെ സ്ലൈസ് ആയിട്ട് വെട്ടി അരിഞ്ഞിട്ട് ഗ്യാസ് അടുപ്പി വെക്കരുത്, വിറകടുപ്പി വെക്കണം. വിറകടുപ്പിൽ അങ്ങ് വെച്ചിട്ട് ഈ ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഉരുളിയാക്കാം നമുക്ക്. ഉരുളിക്കാക്കി അത് ഉരുളിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മസാല പുരട്ടി വെച്ചേക്ക്. ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പോത്ത് മസാല, വീട്ടിലുണ്ടാക്കിയ മസാലയുണ്ട്. ഇതങ്ങോട്ട് വാരി ഇട്ടിട്ട് ഈ പോത്തിറച്ചിയും വെച്ച് അടച്ച് ഒരു മിനിറ്റ്, ഒരു ഗരം മസാല ഒന്നിട്ടോട്ടെ. ഇഷ്ടമോളെ അടച്ചു വെച്ചോ. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും പയ്യെ ഒന്ന് തുറന്നു നോക്കുക. ആഹാ, തിളച്ചു പൊങ്ങി അങ്ങ് ചാറിട്ട് അലുവ കഷ്ണം പോലെ ഇങ്ങനെ അങ്ങ് പൊങ്ങി വരും. അപ്പൊ ഒരു കഷ്ണം അങ്ങ് എടുക്കുക, തേങ്ങാക്കൊത്ത് കൂട്ടിയിട്ട് കറിവേപ്പിലയും കൂടെ കറിവേപ്പില എടുത്തു. എന്നിട്ട് ഇച്ചിരി കപ്പയും കൂടെ എടുത്തിട്ട് ചോറ് വേണോ? ചോറ് വേണ്ടടി കുഞ്ഞ്, ഇത് തന്നെ മതിയല്ലോ. ഓ, ഇതിങ്ങനെ വായിലോട്ട് എന്നാ കഴിച്ചോ. എന്താ എങ്ങനെയുണ്ടടി കുഞ്ഞെ? അണ്ണം കുളപ്പം തന്നെ. ആ, അടിപൊളിയായല്ലേ? അങ്ങനെയല്ല, തിരുവനന്തപുരത്തിനും ഉണ്ടല്ലോ എന്നാ പറയാ. നമ്മള് രാവിലെ എണീറ്റ് ഒരു ചായക്കടയിൽ ചെന്ന് ഒരു ഇലയില് 2 ചൂടുള്ള ദോശ, അതിൽ ഇത്തിരി ചമ്മന്തി കറി, അതെ, എന്നിട്ട് പപ്പടവും വെക്കണം. ആ രസവടയും കൂടെ എടുത്ത് വെച്ച് അതിങ്ങനെ എടുത്ത് തിന്നണം. അല്ല അച്ഛാ, അത് നല്ല ഉഗ്ര സാധനം കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്ന് പോക്കോട്ടെ. എങ്ങോട്ട്? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ പൊന്നെ മനുഷ്യ, നിങ്ങൾ എന്നും ഈ വയറും വീർത്തിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങളെക്കാട്ടിലും വലിയ വയറായിരിക്കും ഉണ്ടാകുന്നത്. ഗ്യാസാണോ? പിന്നെ ഗ്യാസ് അല്ലേ? എന്റെ പൊന്നെന്നാ നിങ്ങൾ കിടന്ന് കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. ഇത് നിങ്ങൾ പൊളി. എടി, ഞാൻ അങ്ങനെ പൊളിയത്തൊന്നുമില്ല ചേട്ടായി. ഞാൻ ഇനി അവസാനത്തെ തുറുപ്പൂലാൻ ഇടാൻ പോവാ, പൊളിക്കാൻ പോവാ. ഇന്ന് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മിമിക്രിക്കാര് വളർന്നു വന്നിരിക്കുന്ന എവിടുത്തുകാരാ? കോട്ടയംകാരാണ്. കോട്ടയം നസീർ, ഷാജോൻ കലാഭവൻ, സംക്രാന്തി നസീർ, പിന്നെ പ്രചോദ് കലാഭവൻ, എന്തിനേറെ പറയുന്നു കോട്ടയം സോമരാജ് വരെ ഞങ്ങളുടെ നാട്ടുകാരാ. ഇതുവണ്ണ നമ്മളെ തിരുവനന്തപുരത്തിന്റെ മിമിക്രിക്കാരെ പറ്റി പറയണെങ്കിൽ ഒരാളെ പറഞ്ഞാൽ മതി. എന്നാ പറഞ്ഞുവിടെ എന്റെ സുരായണ്ണ നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ട് നിൽക്കുന്നു എന്റെ അണ്ണ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം? എനിക്ക് എന്നാ പറഞ്ഞാൽ ഈ കൊച്ചിന്റെ അടുത്ത് വർത്താനം പറഞ്ഞ് നമ്മൾ വെറുതെ കോട്ടയംകാരൊന്നും വഴക്കുണ്ടാക്കിയല്ലോ. ഉണ്ടാക്കിയതാ. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഭാഷയെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ട്. അച്ചായ, ഒരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? കോട്ടയത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എവിടെയാണെങ്കിലും മലയാളികൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതാണ് വേണ്ടത് കേട്ടോ. അവരുടെ ഒരുമ, മലയാള ഭാഷ എന്ന് പറയുന്നത്. ഭാഷ ചേട്ടായി, അതുപോലെ തന്നെ ഈ ലോകത്ത് മലയാളികൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ ഈ പറഞ്ഞ കേരളത്തിൽ നിന്നല്ലേ? പിന്നെ അല്ല, മലയാളികള് അതെന്താ? പിന്നെ കേരളത്തിൽ നിന്നല്ലേ? അല്ല, അതാ പറഞ്ഞ കോട്ടയത്ത് നിന്നല്ലേ? അല്ല അച്ചായ, മലയാളികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കോട്ടയംകാരല്ലേ?
ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ച് വരുമ്പോ തോറ്റിട്ട് തുന്നം പാടി വേറെ റൂട്ടിൽ പോവാതെ. പക്ഷെ അച്ചായ പറഞ്ഞു അതായിരുന്നു കൗണ്ടർ. കൈ കൊടുത്തേ, കൈ കൊടുക്ക്. എന്താണ് ഇത്രയും നേരം കിടന്ന് അലച്ചത്? അല്ല നീ അവിടുന്ന് അങ്ങോട്ട് എന്നെ ചാർജ് ആക്കി വിട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ശാന്തമാകുക. അതല്ലല്ലോ അങ്ങനെ സ്പിരിറ്റ് ചിലക്ക് ഇങ്ങനെ ചെറിയാണ്ടൊന്നും. പക്ഷെ ചേച്ചി ഉണ്ടല്ലോ നല്ല ഉഗ്രം പവറായിരുന്നു കേട്ടോ. അല്ല നമ്മള് തിരുവനന്തപുരംകാര് വിട്ടുകൊടുക്കാം. പിന്നെ അണ്ണന്റെ പേരെന്തര്? എന്റെ പേര് വർക്കിച്ചൻ. വർക്കിച്ചൻ. എന്റെ പേര് ഉഷ. ഉഷ. ഓ അണ്ണ തിരുവനന്തപുരത്തൊക്കെ വരുവോ? തിരുവനന്തപുരത്ത് വേണ വരും. വരുവോ? അണ്ണ വരം പിന്നെ പാലരാത്തോട്ട് വരണം കേട്ടോ. എന്റെ വീട് അവിടെ. ഓ എന്റെ വീട്ടിൽ വരണം, എന്നെ വിളിച്ചാൽ മതി. എന്നിട്ട് വീട്ടിൽ വന്ന അപ്പികൾ കലക്കിയ വെള്ളമൊക്കെ തരാം. അപ്പികൾ കലക്കിയ വെള്ളം എനിക്ക് വേണം, നിന്റെ കെട്ടിയോനെ കൊണ്ട് കൊടുക്കാം. അപ്പി കലക്കിയ വെള്ളം ഞാൻ പറഞ്ഞത് എന്റെ ഭാഷയാണെന്ന്. നിങ്ങൾ എന്തായാലും എന്നെ കളിയാക്കാറില്ല. അപ്പികൾ കലക്കിയ വെള്ളം പറഞ്ഞാലും കോട്ടയം ഒരു ഇച്ചിരി ഒരു കട്ടയ്ക്ക് മുന്നിൽ നിൽക്കൂലേ? ചേട്ടാ അതെന്തെന്നറിയാമോ, ഞാൻ എല്ലാ ബഹുമാനത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. തിരുവനന്തപുരം ഭാഷയുടെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതില്ല. കാരണം ഈ അക്ഷരനഗരി എന്നൊക്കെ പറയുന്നത് കോട്ടയമായിട്ട് കേരളം മുഴുവൻ അംഗീകരിച്ചാണ്. പക്ഷെ നമ്മുടെ തലസ്ഥാനം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു എന്താ പറയണ്ട, അതിന്റെ കൾച്ചർ, അതൊക്കെ വേറൊരു വലിയൊരു വ്യത്യാസമാണ്. എന്നെ കണ്ടോണ്ട് തന്നെ എന്താ ജംഗ്ഷനിലെ കടയിൽ ഒരാളില്ല, കുറെ പഴം മാത്രം കിടക്കുന്നു. ദൈവമേ. ഹലോ 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 ആരാ? എവിടാ? വിളിച്ചാ എടുക്കൂല, സംസാരമില്ല, കാണാൻ വയ്യ. ഇത് എവിടാ? എന്റെ നമ്പർ എന്നത്? അയ്യോ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. എവിടാ? നാളെ വരൂ ഒന്ന് കാണാൻ. വേറെ നമ്പറൊന്നും ഇല്ലേ? ആ ഹലോ ഹലോ എവിടാ? വിളിച്ചാ എടുക്കൂല, സംസാരിക്കൂല, ഒന്ന് കാണണ്ടേ? എടാ നിനക്കിത് കിട്ടിയൊന്നും പോരെടാ. ഇവിടെ 2 നമ്പരാ. ഒന്നും കൂടെ വിളിച്ചു നോക്കാം. ഹലോ. അയ്യോ മാപ്പള പൊക്കി. അയ്യോ കുമാരി, എടി പോവല്ലേടി, എന്നെ കളിച്ചിട്ട് പോവല്ലേടി. നിനക്ക് ഞാൻ മാത്രല്ലേ ഉള്ളൂ. എന്തോന്ന്? എന്റെ ഭാര്യ ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് പണികളെ വീട്ടിൽ പോകുമ്പോഴാളിയാ. ഓണല്ലേ ഉള്ളൂ, ഇപ്പഴേ കിടന്ന് കരയണേ എന്തിന്? അപ്പ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട അടയൂലേ, അതാണ് ഇപ്പൊ കിടന്ന് കരയണത്. നിനക്ക് ഞാൻ 2 പെഗ് വാങ്ങിച്ചു തരാം. അവള് വരുമ്പോഴത്തേക്കും തടഞ്ഞു നിർത്തോ. പിടിച്ചിരുത്തണം. ഓ പിടിച്ചിരുത്തോ. പെഗ് വാങ്ങിച്ചേരുമല്ല. അവള് വരട്ടെ, ഞാൻ അയ്യോ പിടിക്കട്ടോ. പിടിക്കട്ടാ. എന്റെ ദേഹത്തോട്ടൊക്കെ അറിഞ്ഞടിച്ച് വെക്കും. വഴിന്ന് മാറണം. അടിച്ചു പൊട്ടിക്കോന്ന് എന്റെ. അവള് പറഞ്ഞ അതുപോലെ ചെയ്യും. കണ്ടാ, അപ്പൊ ഭർത്താവിനെ പേടിയുണ്ട്. നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ല നിന്നത്. എനിക്ക് വീട്ടിൽ പോകാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നാലും വണ്ടി കിട്ടും. സ്ത്രീ ഇങ്ങനെ അഹങ്കാരം കാണിക്കല്ലോ കേട്ടോ പെണ്ണുങ്ങള്. അതൊക്കെ എന്റെ പെണ്ണും പിള്ള. എന്ത് പറഞ്ഞാലും അവളെ വീട്ടിൽ ഇറങ്ങി പോകില്ലല്ലോ. അവളെന്തിനാ പോണത്? അവളെ സ്വന്തം വീട്ടിലല്ലേ താമസിക്കണം. നീയല്ലേ അവിടെ വലിഞ്ഞേറി കിടക്കണം. നീ ഇറങ്ങി പോണായിരുന്നു. എന്നെ കളിയാക്കുന്നത് പോരാഞ്ഞിട്ട് എന്റെ കൂട്ടുകാരാ, എന്റെ അളിയൻ രവിയെ കളിയാക്കണ. രവി വിട്, രവി വിട്. എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വിട്. വേഷം കിട്ട് കാണിക്കണത് എന്നെ. നിങ്ങള് ഈ നടുറോട്ടിലിട്ട് നാട്ടുകാർ ആണെങ്കിൽ തല്ലാൻ നോക്കല്ലേ? നിങ്ങള് ഒരു കോലത്തെ ഗതി പിടിക്കൂല. നിങ്ങൾ മുട്ടിച്ചോ കണ്ടോ? നീ എത്ര ദൈവത്തെ ശപിച്ചാലും എനിക്കൊന്നും പറ്റില്ലടി. പോട്ടെ ഇങ്ങനെ കിടക്കാം. എന്തിനു വീട്ടിൽ കിടക്കാം? ഭയങ്കര മുടയെ നോക്ക് എടുത്താൻ വേണ്ടി നമ്പർ ഇവിടെ എന്തോന്നാ ചക്ക വീഴും പോലെ ഒരു ശബ്ദം കേട്ടത്? ചക്ക വീഴും പോലെ അല്ല, ആണ്ടെ യോ വീണത്. ആ കമ്പിയിലിരുന്നപ്പോ ഉരുണ്ട് വീണത്. ഭയങ്കര തമാശ. പിന്നെ ആര് വീണിട്ടാലും എനിക്ക് ചിരി വരും ഇവിടെ. ഭയങ്കര ചിരിയാണ്. ഈ ഉരുണ്ടിരിക്കണ എങ്ങനെയാണ് മനുഷ്യ ഇരിക്കണം? എന്റെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നു. മനസ്സിലായി, നിന്റെ വിരുവിരിപ്പ് വന്നിരുന്ന മനസ്സിലായി. എടാ ഞങ്ങളെ പാർട്ടിക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോ നിന്നെ പോലുള്ള എതിർ പാർട്ടിക്കാർക്ക് ഇത്തിരി വിരുവിരിപ്പ് കൂടുതലാണ്. എനിക്ക് പാർട്ടിയും കുഴപ്പമൊന്നുമല്ല. ഇത് എന്തിനാണ് ഈ സാധനം ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലേ അവയ്ക്ക് ഉരുണ്ട് വീണം. തന്നെ എന്തിനാണ് ഉരുട്ടി വെച്ചേക്കണേ? ഇതിവിടെ പരത്തി വെച്ചാ നിന്നെ പോലെ ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ ഇരുന്ന് ഉരുട്ടി തിന്നണോമാര് ഇവിടെ വന്ന് ഇരിക്കുമ്പോ തോന്നുന്നു ഇച്ചിരി കിടക്കണോന്ന്, കിടക്കുമ്പോ തോന്നുന്നു ഇത്തിരി തലകുത്തി നിൽക്കണോന്ന്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉരുട്ടി വെച്ചേക്കണത്. ഇത് കണ്ടാ
15 ലക്ഷം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഹൈടെക് വെയിറ്റിംഗ് ഷർട്ടാണ്. 15 ലക്ഷം രൂപ. ഈ കമ്പിക്ക് എത്ര രൂപ? കമ്പിക്ക് ഒരു 3500 രൂപ. ഈ 2 തൂണിന് എത്ര രൂപ? 2 തൂണിന് എല്ലാം കൂടെ 25,000 രൂപ വെച്ചോ. അല്ല എല്ലാം കൂടെ കൂട്ടി ആകെപ്പാടാ ഏകദേശം 1 ലക്ഷം രൂപ കൂട്ട്. ബാക്കി 14 ലക്ഷം രൂപ എവിടെ പോയി? എവിടെ പോയിരുന്നു? എവിടെ പോണാ 14 ലക്ഷം രൂപ? ബാക്കി 14 ലക്ഷം രൂപ എവിടെ പോയത്? വേണ്ട, ബാക്കിയുള്ള 14 ലക്ഷം രൂപ കൊണ്ടാണ് ഈ ഇരിക്കുന്ന ബോർഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മനസ്സിലായ ഇരിക്കുന്നു. എല്ലാരും ഒറ്റ ശിവാനന്ദ ഈ തടി വെച്ചോണ്ട് നീ പ്രായത്തിൽ ഇരിക്കടാ. അയ്യോ എന്തല്ലേ ചിരിക്കുന്നത്? ഈ ശിവാനന്ദ ഇല്ലേ ഇവിടെ വന്നിരുന്നപ്പോ ചന്തയെ കുത്തി താഴെ വീണു. നീ എന്തിനാ കളിക്കുന്നത്? ഒരാള് വീണ് കണ്ടാ എനിക്ക് ചിരി വരും. മറ്റുള്ളവരുടെ വീഴ്ചാനും ഭയങ്കര ഇഷ്ടമല്ലേ? ഇതിനകത്ത് ഈ കമ്പിക്കകത്തെ മനുഷ്യനിരിക്കാൻ പറ്റൂടാ? എടാ അതിനകത്ത് മനുഷ്യനും ഇരിക്കാം കുരങ്ങനും ഇരിക്കാം. നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എടാ ഇതിനകത്ത് എനിക്കറിയാൻ മേത്തോണ്ട് ചോദിക്കുക, എന്തുവാടാ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എടാ ശശി, പണ്ടേ നിനക്കുള്ള കുഴപ്പമാണ് ഞങ്ങളെ പാർട്ടിക്കാർ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ നിങ്ങളെ പാർട്ടിക്കാരിൽ നിന്ന് എതിർക്കല്. പണ്ട് ഞങ്ങൾ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ എന്തിനു പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ വയ്യ, ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പോച്ചാലേ പോവുള്ളൂ. എടാ എന്ത് കാര്യത്തിന് നമ്മുടെ ഇവിടവും അവിടെ ആയിട്ടൊന്ന് സമരസപ്പെടണം. അറിയാം, പഠിച്ചാ പൊട്ടാത്ത വാക്കും കൊണ്ട് വന്നേക്കുന്ന പണ്ഡിതോ ഇങ്ങനെയുള്ള സാധനം ഈ നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഞാനും ആലോചിക്കണം. കാണൂല, നമ്മളെ നാട്ടിൽ കാണൂല. കാരണം ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഓസ്ട്രേലിയൻ മാതൃകയിൽ പണിയെടുപ്പിച്ചേക്കുന്ന വെയിറ്റിംഗ് ഷർട്ടാണ്. നീ ഇവന്റെ ചലവടിയും കേട്ടോണ്ടിരിക്കാത്ത, നീ ഇവന്റെ കൂട്ടുകാരനാണ്. ഇത് ഭയങ്കര വിഷയമാക്കി ആളി കത്തിക്കണം. നീ ഇയാളെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ വീട് എന്റെ ചന്തയ്ക്ക് പ്രശ്നം പറ്റിയത് നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട ഒരു വിഷയമില്ലെന്ന് എനിക്ക്. എടാ ഇതിപ്പോ ഇയാൾക്ക് ഈ ചന്തയ്ക്ക് പ്രശ്നം പറ്റി, ഇയാൾക്ക് പ്രശ്നം കാണത്തില്ല. പക്ഷേ ഈ ചന്ത ഉപയോഗമുള്ള ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഇത് വൻ പ്രശ്നമല്ലേ? പോരാഞ്ഞിട്ട് ഇത് കേരളത്തിലുള്ള എല്ലായിടത്തും ഇതുപോലത്തെ വെറ്റിച്ചെട്ടുകളുണ്ട്. അപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം ഇരുന്നിരുന്ന് തറയെ വീണ് കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ഭരണം വരുമ്പോൾ ഇതൊരു ചന്തയില്ലാത്ത സംസ്ഥാനമായി മാറില്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യും, ഓലി കത്തിക്കണം. അപ്പൊ അവന്റെ ചന്തീരെ കോലം കത്തിക്കും. ഒരു കാര്യം ഫേസ്ബുക്കിനകത്ത് ലൈവ് ഇടും. സോഷ്യൽ മീഡിയയിലെ ജനങ്ങൾ അറിയട്ടെ ഇതൊക്കെ. ഇത് മൊത്തം അറിയണം. എനിക്കൊരു പ്രശ്നമില്ലെന്ന്. നീ ചുമ്മാ നീ ബഹളമൊക്കല്ലേ, നീ വീണ്ടാ നന്നായി. ഇത് എന്റെ ഒരു സുഹൃത്താണ്. അവന്റെ മുഖം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സംഭവം നടന്ന സ്ഥലം കാണീരി. ഇതാണ് സ്ഥലം. ഉഗ്രം വീഴ്ചയാണ് വീണിരിക്കുന്നത്. കാരണം ഇത് ഉഗ്രം വീഴ്ച എന്ന് വെച്ചാൽ ആ ചതവ് കാണുമ്പോ നമുക്കറിയാം ഈ ചേട്ടനാണ് ഇതിനകത്ത് വളർത്താൻ. ഇതിനെതിരെ പ്രതികരിക്കണം, ജനങ്ങൾ പ്രതികരിക്കണം. അതെ കേരളമേ ലജ്ജിക്കുക. ലജ്ജിച്ചു പോവും. കണ്ട ഇദ്ദേഹമാണ് അതിന്റെ മെയിൻ ആള്. നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത്. ശിവാനന്ദന്റെ ചന്തയ്ക്ക് നിങ്ങൾ ഒരു സപ്പോർട്ട് കൊടുക്കരുത്. ശിവാനന്ദന്റെ ചന്തി എന്നൊന്നില്ല. നീ ഇടിച്ചു വീണെങ്കിൽ അതിന് തെളിവുണ്ടായി കാണിക്കണം. തെളിവുണ്ടല്ലോ. അറിയാ കേരളം മൊത്തം നല്ല ചന്തിയാണ് ചർച്ച. ശിവാനന്ദന്റെ ചന്തിക്ക് സപ്പോർട്ട്. ജനം അറിയണം ഇത്. അയ്യോ എന്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ആയില്ല. ഡിലീറ്റ് ആയ? എടാ അതങ്ങനെയാണ്. ഫേസ്ബുക്കിൽ അശ്ലീല വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാലേ അത് അപ്പൊ തന്നെ ഫേസ്ബുക്ക് ബാൻ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒന്ന് വിളിച്ചു പറഞ്ഞ് ശരിയാക്കാം. നീ വിളിച്ചു വരാൻ വരട്ടെ. എടാ നീയൊക്കെ നാടിന് ഉപകാരപ്പെടുത്ത, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയം, ഒരു വികസനം നീ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊച്ചനി ഇവ എന്തൊരു വളവാച്ച് വർത്താനോടെ ഈ പറയുന്നത്. നിനക്ക് എന്താ ഇങ്ങോട്ട് വാ. എടാ ഞങ്ങൾ ഇവിടെ മുക്കിനും മദ്യശാലകളും ബിവറേജുകളും സ്ഥാപിച്ചില്ലേടാ. എന്നിട്ട് അതിൽ നിന്നുള്ള സാധനം മേടിച്ചടിച്ചിട്ട് കരൺ ലോകം വന്നിട്ട് ആൾക്കാർ മൊത്തം ആശുപത്രിയിലായില്ലടാ. അതിനകത്ത് എവിടാടാ ജനനന്മ, ജനവികസനം? പറ. അല്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ കൊച്ചനി. ജल्दी ഇറക്കോട്. കണ്ട ആ നിക്കണ 3 നില പള്ളിക്കൂടം കണ്ട? അവിടെ കണ്ണ് ദൂരെ കാഴ്ച. ഇടാ എന്റെ വിരലിന്റെ തുമ്പത്തോട്ട് നോക്കടാ 3 നിലയുള്ള വെള്ളയടിച്ച പള്ളിക്കൂടം. 2 പെമ്പിള്ളേരെ കണ്ട് ആ പള്ളിക്കൂടം അവിടെ. ഇത്രയും വലിയ പള്ളിക്കൂടം നിന്റെ കണ്ണി കേറിയില്ല, ആ 2 പെമ്പിള്ളരെ അങ്ങ് കേറിയല്ലേ? നിങ്ങൾ കണ്ട വികസനം കാണിക്കേ. വികസനം ഇപ്പൊ ഇവൻ വീണതിനുള്ള സംഭവം നിങ്ങൾ പറഞ്ഞല്ല. വികസനം കാണിക്കേ. കാണിച്ചേരാ, ഇപ്പൊ കാണിച്ചേരാ. ഡേയ് ഇങ്ങ് വന്നാണ്, ഓടിയോ എടുന്നോ ഇത് കാണു. എടാ ഇവര് രണ്ടുപേരും വീട്ടമ്മമാരായി കഴിഞ്ഞു കൂടിയിരുന്നവരാണ്. അവര് ഞങ്ങൾ ജനമധ്യത്തിലേക്ക് ഇറക്കി, അവർക്ക് ഞങ്ങൾ ജോലി നൽകി. ജോലി കിട്ടിയാ? പിന്നെ ജോലി
ഞങ്ങൾ എല്ലാ വീട്ടിലെയും പ്ലാസ്റ്റിക് എടുക്കും. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല. എടാ നിന്റെ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ആ പറമ്പിട്ട് കത്തിക്കാൻ എന്റെ അടുത്ത് ഒരുത്തരം ചോദിക്കൂല. അങ്ങനെ കത്തിക്കല്ലേ. ഇതെന്ന് പറഞ്ഞാലേ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പം അതിൽ നിന്ന് പുക ഉയരും. അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും. അത് ചെന്ന് ഓസോൺ പാളികളിൽ വിള്ളൽ വീഴ്ത്തി അതിലൂടെ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിച്ചു മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കും. ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾ ഇതൊക്കെ എടുത്തോണ്ട് എവിടെ കൊണ്ടുപോകും? ഞങ്ങളതെല്ലാം കൂടി എടുത്തോണ്ട് പോവും. എടുത്തോണ്ട് എങ്ങോട്ട് പോകും? ഒരു സ്ഥലത്ത് കൂട്ടിയിടും. കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യും? അത് കത്തിക്കും. അത് കത്തിക്കും. അത് കത്തിക്കും. എന്റെ പിള്ളേരെ മിച്ചറിന്റെ കവർ ഒന്ന് കത്തിക്കുമ്പോഴാണ് അവന്റെ ഓസോൺ പാളിക്ക് വില്ലനും അവിടെ നിന്ന് വരണം ഇവിടെ നിന്ന്. ഇപ്പൊ എന്റെ ഓസോൺ പാളിക്ക് ഒരു കുഴപ്പമില്ല. അല്ല അത് ഇങ്ങനെ വീട്ടുകാർ ചെയ്യുമ്പോ ഉള്ള ഒരു പറയാൻ മാത്രം അറിയാം. കറക്റ്റായിട്ടുള്ള കാര്യം പറയാം. കാര്യം അണ്ണാ, കാര്യങ്ങളൊക്കെ ശരി തന്നെ. ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ ഓരോ വീട്ടിൽ പോകുന്നല്ലോ, അവിടെ നിന്ന് പ്ലാസ്റ്റിക് എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ പൈസ ശമ്പളമായിട്ട് എടുത്തോണം. കണ്ട സർക്കാർ ഇവര് ജോലി കൊടുക്കണം, പക്ഷെ ശമ്പളം കൊടുക്കണ ആര്? നമ്മളെ പോലെ വീട്ടുകാർ, നാട്ടുകാർ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്ത് ലോകമാണ് ഇത്? ഞാൻ 2 പെണ്ണുങ്ങളെ വിളിക്കാനാണ് ഇവിടെ ആഗോള പ്രശ്നം. വേറെ ആഗോള കാര്യത്തിലൊന്നും വിഷയം. ഇത്രയും നേരം എവിടെ പോയി കിടന്നാ? ഞാൻ അപ്പുറത്ത് ജംഗ്ഷനിലുണ്ടായിരുന്നു. മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പോരാടി മരിക്കാറായി. എന്താണ് പ്രശ്നം? കമ്പിയാണ് വിഷയം. അതൊരു വിഷയോ? പിന്നെ അതുകൊണ്ട് ആ ഉരുണ്ട കമ്പി ഒരുത്ത മറിഞ്ഞടിച്ച് വീണ് ഇവര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് ഇരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. അതിൽ ഇരിക്കാൻ പറ്റില്ലെന്നാ? ഇരിക്കാൻ പറ്റും. ഞാൻ കാണിച്ചത് ഞാൻ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എന്റെ സഹപ്രവർത്തകൻ, എന്റെ അനുയായി ഇതാ ഈ ഉരുണ്ട കമ്പിയിൽ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ഇരിക്കാൻ പോകുന്നു. എന്തോന്നാ ജംബോ സർക്കസോ ഇത്? ചുരുക്കം പറഞ്ഞാൽ ഇനി കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള വെയിറ്റിംഗ് ഷെട്ടി വന്നിരിക്കണമെങ്കിൽ സർക്കസ് പഠിക്കണം. സർക്കസ് മാത്രമല്ല, ഇതുകൊണ്ട് വേറൊരു പ്രയോജനമുണ്ട്. ഇതോടെ പ്രയോജനം? ഓണാവുമ്പോ നമുക്ക് ഇതുകൊണ്ട് ചാക്കടി മത്സരം. ചാക്കടി മത്സരം നേരെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ചാക്കടി മത്സരം ഇരട്ടടി പോലത്തെ അടിയായിരിക്കൂടെ? ആ ഇതാണ്. നീ ഇപ്പൊ ചെയ്യണ കറക്റ്റ്. ഇവനെ നേരത്തെ ആക്കണ കടിയും ഉണ്ടാക്കാൻ വന്നേക്കുന്നു. പറ്റൂലടേ, ശരിയാവൂല. എന്താ ശരിയാവാത്ത? ഈ നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ നിങ്ങൾ സമ്മതിക്കൂല. ഈ വെയിറ്റിംഗ് ഷെഡിന് നിങ്ങൾ അർഹരല്ല. അതുകൊണ്ട് ഇത് പൊളിച്ചു വല്ല ഓസ്ട്രേലിയയിലും കൊണ്ട് വയ്ക്കണതാണ് നല്ലത്. അത് നീ പൊളിക്കണ്ട, ഞങ്ങള് പൊളിച്ചു തരാം. പെണ്ണുങ്ങളെ നമ്പർ തപ്പാതെ ഈ സമയത്ത് എഴുതിച്ച് പാടാഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. എല്ലാം വലിച്ചു പൊളിച്ചു കളഞ്ഞിട്ടും 14 ലക്ഷം രൂപയ്ക്ക് പണിത ഈ ബോർഡിന് ഒന്നും സംഭവിച്ചില്ല. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. വരുന്ന 10 വർഷത്തിനുള്ളില് ഈ കൊച്ചു കേരളത്തെ ഒരു ഓസ്ട്രേലിയ യൂറോപ്പ് ആക്കാന്ന് വിചാരിച്ചാ യുവമാര് സമ്മതിക്കൂല. നീ ഒരു യൂറോപ്പ് ഉണ്ടാക്കണ്ട. അടുത്ത 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ വരണം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു അമേരിക്ക ആക്കി മാറ്റും. നിങ്ങൾ യൂറോപ്പ് ആക്കണ്ട, അമേരിക്ക ആക്കണ്ട, നമ്മുടെ കേരളത്തിലെ നല്ലൊരു കേരളമാക്കി തരാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടമില്ല. അവരെ കഥ കഴിഞ്ഞ്. എന്റെ പെണ്ണുമ്പോൾ എപ്പോഴും പടക്കത്തിലാണ്. ഭാര്യ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. പിന്നെ എന്താ പരിപാടി ചിന്നു? മിണ്ടരുത്. കാര്യം പറയട്ടെ, വിധിച്ചേട്ടനില്ലേ ഭയങ്കര സംഭവാ. എന്താ കുഴപ്പം കാണിച്ചേ? ഞാൻ പറയട്ടെ, എന്താന്ന് വെച്ചാലേ വിധിച്ചേട്ടൻ ഇപ്പൊ ആരെങ്കിലും ഒരാള് മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാലില്ലേ അതപ്പൊ കണ്ടുപിടിക്കും. മെന്റലിസ്റ്റ് അതാണോ? മെന്റലിസ്റ്റ് ഉണ്ടോ കയ്യില്? അതെ അതെ, ചേട്ടൻ മെന്റലിസ്റ്റ് ഒക്കെ അറിയാം. കുഴപ്പമില്ല മോളെ, അറിയില്ല. കൊച്ചു പിള്ളേരെ എന്തൊക്കെയാ പറഞ്ഞു പറ്റിച്ചതാ. എന്നാ എലീന ചേച്ചിക്ക് എന്താ പറയാ ആഗ്രഹം ഉണ്ടെങ്കിൽ എലീന ചേച്ചി ഒരു പാട്ട് മനസ്സിൽ വിചാരിക്കുക, അത് വിധിച്ചേട്ടൻ പാടും. ആയിക്കോട്ടെ, ശരി. ഓക്കേ, ആലോചിച്ചു വിചാരിച്ചു. അലച്ചോ?
വിചാരിച്ചാ നിങ്ങളോട് നോക്കൂ, അറിയില്ല. നിങ്ങളോട് നോക്കൂ എന്റെ കണ്ടിലോട്ട്. ഒരു മിനിറ്റ്. സംശീകരിക്കും പോട്ടെ. ഇടത് കണ്ണോ നടച്ച്, ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റ്. ഓക്കെ, ശ്വാസകത്തോട്ടൊന്ന് വലിച്ച്. എന്നാ ചുമ്മാ ഡോക്ടറാണോ? നോക്കിയോ, ഇപ്പൊ നോക്കിയോ, കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാ മതി. അകത്തോട്ട് വലിച്ചേ. ഇനി 2 കണ്ണുടച്ചേ. കരളെ നിൻ കൈ പിടിച്ച കടലോളം വെണ്ണിലാവ്. അതേന്ന് അയ്യോ, ഇത് അങ്ങനെ ഒരെണ്ണം കൂടെ വേണം. എപ്പോഴും കളിക്കാൻ പറ്റൂല. ആണ്. മോളെ തുടങ്ങി. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസായില്ലേ? കറക്റ്റ് അല്ലേ എലീന ചേച്ചി? കറക്റ്റ് ആണോ കുട്ടാ? ഇത് എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും വരാം. എനിക്ക് മനസ്സിലാവും എന്തെങ്കിലും അങ്ങനെയൊക്കെയാണെന്ന്, പക്ഷെ എന്നാലും ഞാൻ അതാണെന്നുള്ളത് എങ്ങനെയാ? ഒക്കെ ഉണ്ട്. അത് ലേഡീസിന്റെ മാത്രമേ ഉള്ളൂ. കൂടുതലും അങ്ങനെയാണ്. ഞാൻ കാര്യം പറയാം. പറഞ്ഞോളാവേ. ഈ പാട്ട് പാടി വൈറലായ 2 പേരും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? ഈ പാട്ട് പാടിയതോ? എന്നാ ഞാൻ വിളിക്കട്ടെ? വിളിച്ചോ. എന്നാ ചേച്ചി ചേട്ടാ ഓടി വാ. കരളി നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. മന്ത്രകോടി നീതൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി താരുണ്യത്തിരികളൊരുങ്ങി മംഗല്യം പന്തലൊരുങ്ങി എന്നുവരും നീ തിരികെ എന്നുവരും നീ എന്നുവരും നീ തിരികെ എന്നുവരും നീ. കരളി നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. എന്നുവരും നീ തിരികെ എന്നുവരും നീ എന്നുവരും നീ തിരികെ എന്നുവരും നീ. എന്റെ ജീവിതാഭിലാഷം പ്രണയലോലമാകുവാനായി വീണ്ടുമെന്നു നീ പോയി വരും. ഇനി വരും വസന്തരാവിൽ നിന്റെ സ്നേഹജന്മമാകെ സ്വന്തമാക്കുവാൻ ഞാൻ വരും. ചിറകുടരാം പെൺപിറാവായി ഞാനിവിടെ കാത്തുനിൽക്കാം. മഴവില്ലിൻ പൂഞ്ചിറകിൽ ഞാൻ അരികത്തായോടിയെത്താം. ഇനി വരുവോളം നിനക്കായി ഞാൻ തരും നിതൻ സ്വരം. അലീന അലീന
പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. മിഴികളെന്തിനാണു വേറെ മൃദുലമീ കരങ്ങളില്ലേ അരികിലെന്നു നീല്ലയോ. എന്തു ചൊല്ലി യാത്രയോതു നിന്നു ഞാൻ കഥന പൂർണ്ണമിൻ വാക്കുകൾ. നീയില്ല ജന്മമുണ്ടോ നീ അറിയാ യാത്രയുണ്ടോ. നീയണയും ഞാവു തേടി ഞാനിവിടെ കാത്തു നിൽക്കാം. പോയി വരുവോളം നിനക്കായി ഞാൻ തരും നിതൻ മനം. അലീന 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 അലീന. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. എന്നു വരും നീ തിരികെ എന്നു വരും നീ എന്നു വരും നീ തിരികെ എന്നു വരും നീ. ആഹാ. ഗംഭീരായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫേവറേറ്റ് സോങ് ആണ്. സംഭവം എലീന ആണെങ്കിലും അലീന എന്നാണ് എല്ലാവരും റോങ് ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ ഈ സോങ് കേട്ട് കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ക്രിസോ ചേട്ടും വിജയലക്ഷ്മി രണ്ടുപേരും ഗംഭീരമായിട്ട് പാടി. നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ആണ്. ശരി, അപ്പൊ അന്ന് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. എനിക്കൊരു ചെറിയൊരു ടീമുണ്ട്. ഞങ്ങളുടെ ടീമിൽ ഒരുമിച്ച് പാടുന്നതാണ്. ഓക്കെ, ട്രൂപ്പിന്റെ പേരെന്താ? ബ്ലൂ വിങ്സ് സൂപ്പർ ബീറ്റ്സ്. ബ്ലൂ വിങ്സ്. കൊല്ലത്ത്. ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാണ് ഈ വീഡിയോ ഇത്രയും ഹിറ്റ് ആകുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ലില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിന് മുമ്പ് ഇതുപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ടോ അതോ ഇത് ഫസ്റ്റ് ടൈം ആണോ? അല്ലല്ല, മുൻപ് ഇട്ടിട്ടുണ്ട്. ആണ്. ഓക്കെ ഓക്കെ, നൈസ്. വീട്ടിലായിരിക്കാ ഉള്ളത് നിങ്ങളുടെ രണ്ടുപേരുടെയും? ക്രിസ്തുചേട്ടൻ്റെ വീട്ടില് അമ്മയുണ്ട്, പിന്നെ ചേട്ടൻ, ചേച്ചി, ഞാൻ. ഓക്കെ. ചേച്ചി? എന്റെ വീട്ടില് ചേട്ടൻ, മോനും മോളും ഇവിടെ ഇല്ല. മോൻ ബോംബെയിലാണ്. ഓക്കെ. മരുമോളും ബോംബെയിലാണ്. മോള് കോഴിക്കോട് ആണ്. ഓക്കെ. അല്ലാണ്ട് നിങ്ങള് സിംഗിങ് അല്ലാണ്ട് വേറെ പ്രൊഫഷണലി എന്താ ചെയ്യുന്നേ? ഞാൻ വീട്ടമ്മയാണ്. ആണ്. ഞാന് ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പൊ നിലവില് മ്യൂസിക്കുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കൂടുതൽ അതിലോട്ട് ഫോക്കസ് ചെയ്ത്. ചേച്ചിയുടെ വോയിസ് എങ്ങനെയുണ്ട്? ചേച്ചിയുടെ വോയിസ് അതാണ്, രണ്ടുപേരുടെ വോയിസ് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ചേച്ചിയുടേത് കറക്റ്റ് തുടങ്ങിയപ്പോ ഒരു പ്രത്യേക എന്തോ ഒരു ഫീല്, നല്ല രസമായിട്ട് നല്ല സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ. ചേച്ചിയുടെ ഈ മധുരമായ ശബ്ദത്തിൽ നിന്ന് ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു. ഏതാണ് പാടാൻ പോകുന്നത്? അത് സ്നേഹത്തിൻ പൂന്നുള്ളി എന്നുള്ള ദീപസ്തംഭം മഹാശ്ചര്യത്തിലെ മോഹൻ സിത്താര സാറിന്റെ. അതെ അതെ അതെ. അപ്പോ അടിപൊളി, സൂപ്പർ ആവട്ടെ. താങ്ക് യു. പൂജിച്ചു ഞാൻ എൻ ജന്മം നിൻ മുന്നിൽ നീ
നല്ലൊരു സജഷൻ ആയിരുന്നു വിധിച്ചേട്ടൻ വെച്ചത്. അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റി. കിടിലമായിരുന്നു. നന്നായിരുന്നു. ചേച്ചി നന്നായിട്ടുണ്ട് കേട്ടോ. ഗംഭീരം, കലക്കി. ഇനി ക്രിസോടെ 2 വരി. തീർച്ചയായിട്ടും. सुन मितवारी दुन है प्यारे पुकारे दिल लारे कल भाई की हो शादी रे दुआ देना सारी നേരാണേ നാളെയാണേ നാടു തെണ്ടും കാറ്റിൻ്റെ കല്യാണ സുനമിത്തുവാരി ദുനഹേ പ്യാരെ പുക്കാരേ ദില്ലാരേ. താങ്ക് യു. അല്ല, നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിലെ ഈ കോമഡിയൊക്കെ കണ്ട് നമ്മൾ ചിരിച്ചങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഇതുപോലെ പാട്ട് പാടുന്നവർ വരുമ്പോ അത് കേൾക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, ഭയങ്കര രസമായിരിക്കും. ഈ സദ്യക്കിടയ്ക്ക് പായസം കുടിക്കുന്ന പോലെ. നല്ല ഓളത്തിൽ തന്നെയായിരുന്നു രണ്ടുപേരും പാടുന്നത്. ഞങ്ങൾ ഇത്രയും പറയെങ്കിൽ ഇതിന്റെയൊക്കെ മെയിൻ ഒരാളാണ് ഇതെല്ലാം പറയേണ്ടത്. പക്ഷെ ഓൾറെഡി പറഞ്ഞ് തീർത്തല്ലോ അല്ലേ? പാട്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറയണ്ടോ? ഗംഭീരമായി. ഒന്നും പറയാനില്ല. രണ്ടുപേരും വൈറലായതിൽ അതിശയമില്ല. അത്രേ ഉള്ളൂ. ഇനിയും നിങ്ങളുടെ വീഡിയോകളൊക്കെ വൈറലാവട്ടെ, പാട്ടുകളൊക്കെ ഇതുപോലെ പാടി എന്താ പറയുക സോഷ്യൽ മീഡിയയിലൂടെ വരട്ടെ, കാണാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. വിധിച്ചേട്ടാ ചെറിയ കീപ് സിംഗിങ്, നമുക്കൊരു ചെറിയ പണിയുണ്ട്. ആചാര വെടി പോലെ ഒരു നടന്ന് അവിടെ വരെ എത്തും. നമ്മുടെ ലണ്ടൻ ക്ലാസിക്കിന്റെ സമ്മാനവുമായി അതാ വരുന്നു ചിന്നു. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും വിധിച്ചേട്ടാ ഇവർക്ക് 2 പേർക്കും ലണ്ടൻ ക്ലാസിക് നൽകിയ ഒരു അടിപൊളി സമ്മാനമാണ് നമ്മുടെ സൈഡിൽ നിന്നും ആസ് എ ടോക്കൺ ഓഫ് ലവ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഷർട്ട് ഇട്ട് കിടന്നോളൂ. വിധിച്ചേട്ടാ, പക്രുചേട്ടാ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ തമാശയുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു ചെറിയ സാധനം മിസ്സിംഗ് പോലെ എനിക്ക് തോന്നി. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ വേണ്ടി മോട്ടിവേഷണൽ സ്പീക്കിംഗ്, അതിപ്പോ ഒരു സെഗ്മെന്റ് പോലെ ഉണ്ടല്ലോ, അത് നല്ലൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയുണ്ട്. ഒരു മോട്ടിവേഷണൽ സ്പീക്കറിനെ ഞാനിവിടെ കൊണ്ടുവരാനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം അല്ലേ? ഇദ്ദേഹമാണോ ഈ വരുന്ന ആള്? അല്ലല്ല, ഈ ചേട്ടനല്ല. മോട്ടിവേഷൻ ആളായിട്ടുണ്ട്. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ് പുള്ളി. അദ്ദേഹം വേറെ എവിടെയൊക്കെ പ്രസംഗം ചെയ്ത് പോയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. 2 മണിക്കൂർ ഇപ്പൊ തന്നെ വൈകി. നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് ഉടനെ ആരംഭിക്കാം. അല്ല, സാർ ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ സംഘാടകനല്ലോ, മനസ്സിലായില്ല എന്നെ? ഈ ആട്ടല്ല മനസ്സിലായത്. മറ്റേ മുടി പറഞ്ഞു കിടക്കും, കെട്ടി വെച്ചിരിക്കുന്നത്. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുന്നിൽ അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നൽകി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രചോദനമായി നിൽക്കുന്ന അയ്യോ അങ്ങനെയല്ല, അത് ഇടിച്ചു പറയണം. നന്നായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം. അവിടെ പോയിരുന്നു കേട്ടോ. വെൽക്കം, താങ്ക് യു. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇതാ എത്തുന്നു മോട്ടിവേഷണൽ കിങ് സുനിൽ രാമചന്ദ്രൻ. ഹായ് സാർ. ഹലോ സാർ. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്ത് കാണിക്കാനാണ് വന്നത്? അതറിയാതെയാണ് ഇങ്ങോട്ട് വന്നത്. 1 2 3 4 ഞാൻ എന്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം 5000 പേരുടെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ തൊട്ട് പോസ്റ്റ് ചെയ്താണ്. എവിടെ 5000 പേര്? എവിടെ 5000 പേര്? എവിടെ സാർ? ആൾക്കാർ വരും സാർ, തുടങ്ങുമ്പോഴത്തേനും സാറ് ക്ലാസ് ആരംഭിച്ചാട്ടെ. എവിടെ വരുമെന്ന് സാർ, ഇവിടെ ആക്ച്വലി എല്ലാരും കാണുന്നുണ്ട്. പക്ഷേ ഞാനിത് ചെയ്യും. ഞാൻ ക്ലാസ് എടുക്കും. കാരണം എന്താ? ഇന്നലെ എന്റെ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ വന്ന് കഴിഞ്ഞു. എനിക്കെന്താ പ്രശ്നം? നാറ്റിക്കും ഞാൻ. ഈ സംഘാടകരെ ഞാൻ നാറ്റിക്കും. 2 മണിക്കൂർ ഇപ്പൊ ഞാൻ താമസിച്ചാണ് വന്നത്, മനസ്സിലായി? 2 മണിക്കൂർ ഞാൻ താമസിച്ചാണ് വന്നത്. എന്തിന് തീ തീറ്റിച്ചോ? സംഘാടകരെ തീ തീറ്റിച്ചോ?
എന്റെ ഫ്ലെക്സ് വെക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം എന്റെ ഫ്ലെക്സ് വെക്കണം. അവിടെ ഉണ്ട് എന്തായി കാട്ടിക്കും ബാക്കില്. എന്തായി കാണിച്ചേക്കുന്നത്? എന്താ ഫ്ലെക്സ് എന്താ പറ്റിയ? പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. ഞാൻ വിസ സ്റ്റാമ്പിങ്ങിന് വിട്ടാണ്. അല്ല സാർ അത് സാർ വലുതാക്കണം വലുതാക്കണം മിസ്റ്റർ, വലുതാക്കണം. അല്ല വലുതാക്കാന്ന് പറഞ്ഞാൽ അത് വലുതാക്കണം ആക്കും, ആക്കും. അവിടെ വലുതായി വരട്ടെ, ഒന്ന് ആക്കോ. വലുതായിട്ട് വരട്ടെ. ഓക്കെ സാർ, ഓക്കെ സാർ. അങ്ങനെ വലുതായിട്ട് വരട്ടെ. ഇല്ല, അത്രേ ഉള്ളൂ സാർ. ഇനി അത് തള്ളിപ്പോരും പുറത്തോട്ട്. നമുക്ക് തുടങ്ങിയാലോ? അതെന്തായാലും കാത്തിരിക്കുക. ഒരു മോട്ടിവേറ്റർക്ക് ആദ്യം വേണ്ടത് എന്താണ്? മോട്ടിവേഷൻ. മോട്ടിവേഷൻ അല്ല, ബുദ്ധി. ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എന്താണ് ആദ്യം വേണ്ടത്? മൈക്ക്. സംസാരിക്കാൻ മൈക്ക് വേണം. ബോധം. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആൾക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്. കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ്, അത് വേണം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട്. ഇനി ഞാൻ ബിസിനസ്സുകാരെ പറ്റി പറയട്ടെ. എന്തിനാടാ ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ പുറകെ പോയി ഇങ്ങനെ തെണ്ടുന്നത് നാറികളെ? എന്തിനാണ് തെണ്ടുന്നത് നാറികളെ? എന്റെ അക്കൗണ്ടിലേക്ക് ഇന്നലെ 4 ലക്ഷം രൂപ വന്നു. അതിന്റെ കോൺഫിഡന്റ് ആണ് എനിക്കെന്ത് പറയാം? ഹലോ എന്തികളെ ബിസിനസ് ഉണ്ടാക്കാൻ നടക്കുന്നു. ഇപ്പൊ എന്താ പറഞ്ഞത്? താങ്കളൊരു വാക്ക് ഉച്ചരിച്ചല്ലോ. ഇപ്പൊ എന്താ വാക്ക് താങ്കൾ പറഞ്ഞ ബിസിനസ്സുകാരെന്താണ്? തെണ്ടുകൾ. ഇന്നലെ എന്റെ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ വന്നു. എനിക്കെന്തും പറയാം. അല്ല, നിങ്ങൾ സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ ഞങ്ങൾ വ്യവസായം, ചെറിയ വ്യവസായം തുടങ്ങുന്ന ആൾക്കാരാണ്. എന്താണ് തങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളെ തെണ്ടികൾ എന്ന് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അത് ശരി. ഞങ്ങൾ പണം മുടക്കി ഞങ്ങൾ ഇവിടെ വരുത്തിയിട്ട് ഞങ്ങൾ തെണ്ടികൾ എന്ന് പറയുന്നത് സാറേ അത് ശരിയാന്നുള്ളത്. അതിനിപ്പോ എന്താണ് ഞാൻ എന്താണ് വേണ്ടത്? താങ്കൾ വേണ്ടത് അത് പിൻവലിക്കണം, മാപ്പ് പറയണം. ഇല്ല, ഞാനത് പറയില്ല. കാരണം എന്റെ കോൺഫിഡൻസ്, പവർ. നിങ്ങൾ അവിടെ പോയിരിക്കും. നിങ്ങൾ എന്തിനാണ് ഇതിനിടയ്ക്ക് വരുന്നത് ശല്യപ്പെടുത്താനായിട്ട്? താങ്കൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ അവിടെ പോയിരിക്കും. അല്ല, സംസാരം ഞാനിപ്പോ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഫോക്കസ് എന്നിലേക്ക് വന്നില്ലേ? ഇപ്പൊ എന്നെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ഫോക്കസ്. ഞാനാണ് കേന്ദ്ര ബിന്ദു. ഇനി ഒരാഴ്ച എന്നിലേക്കായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ. അത് കഴിഞ്ഞ് ഞാനങ്ങ് ഒരാഴ്ച അങ്ങ് എയറിലേക്ക് പോകും. അവിടെ നിന്ന് ഞാൻ എല്ലാം നോക്കിക്കാണും, എല്ലാം മനസ്സിലാക്കി, എല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞാൻ താഴേക്ക് എത്തുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായി സർ. വിധു ഗാനമേളക്കൊക്കെ പാട്ട് പാടുന്നു. മാനസികമായിട്ട് നല്ല സന്തോഷം. അതെ. എന്തുകൊണ്ട് പാടുന്നു? അല്ല, എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൈക്ക് കൊണ്ടല്ലേ? അങ്ങനെയല്ലല്ലോ. ഇത് തിരിച്ചടിക്കൊരു മറുപടിയാണ്. അങ്ങനെയല്ല, ക്യാഷ് പോക്കറ്റിൽ വന്നു. ആ കോൺഫിഡൻസ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പാട്ട് പാടുന്നതിന്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. എങ്കിലും ആദ്യമേ പൈസ കിട്ടിക്കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ്, അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. വേണമെങ്കിൽ അതെ, വേണമെങ്കിൽ പറയാം. എനിക്ക് 4 ലക്ഷം ഇന്നലെ എന്റെ അക്കൗണ്ടിൽ വന്നപ്പോൾ എനിക്കുണ്ടായ കോൺഫിഡൻസ്. എനിക്കെന്തും പറയാം. ഞാൻ തീ തീറ്റിക്കും, എല്ലാത്തിനും തീ തീറ്റിക്കും. കുറെ ബിസിനസ്സുകാർ വന്നിരിക്കുന്നു, തെണ്ടികൾ. അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിന്റെ പിന്നിൽ തെണ്ടി നടക്കുന്ന കുറച്ചു നേരം കൊണ്ട് നിങ്ങൾ ഞങ്ങൾ വ്യവസായികളാണ്. ഞങ്ങൾ മുമ്പ് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ വ്യവസായം തുടങ്ങാൻ വേണ്ടി വന്ന നിങ്ങളുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹപൂർവ്വം വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യം മനസ്സിലാക്കുക. എന്താ കാര്യം? ഞാൻ ഒരു ഒറ്റ ബിസിനസ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബിസിനസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ അക്കൗണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ വന്നു. എങ്ങനെ വന്നു? അവർക്കാണ് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നത്. അപ്പൊ ഞാനാണോ മണ്ടൻ? ഇവരാണോ മണ്ടൻ? മണ്ടത്തരത്തിലല്ല. ഞങ്ങൾ ഒരു കൂട്ടം വ്യവസായികൾ ചേർന്നാണ് ഞങ്ങളുടെ പണം മുടക്കാണ് താങ്കളെ വിളിച്ചു വരുത്തിയത്. അതിനിപ്പോ എന്താണ് തെണ്ടി? അതിനെന്താണ് ശരി തെണ്ടിയെന്നോ? താങ്കൾ ഉപയോഗിച്ച് വാക്കും പറയുന്നു. എടാ, ഞങ്ങളുടെ കൈ കിടക്കുന്ന കാശ് തനിക്ക് വേണ്ടിട്ട് 4 ലക്ഷം രൂപ ഞങ്ങൾ ഇട്ട് തന്നിട്ട് തന്റെ വർത്താനം ചീത്ത വർത്താനം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നത്. നിന്റെ സ്പീച്ച് വർത്താനം വേണ്ട. 10 പേര് നന്നാകണമെന്ന് കരുതി നമ്മളെ വിളിച്ചു വരുത്തി 2 നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിട്ടും ഞങ്ങളെ തെണ്ടികളാക്കിയിട്ട് ഇതെന്തൊരു രോഗമായത്. ഒരു കാര്യം എനിക്ക് ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ആയി. നമ്മളൊരു വ്യവസായം തുടങ്ങുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ കറക്റ്റായിട്ട് ബുദ്ധി ഉപയോഗിച്ച് അത് ചെയ്യുക, അത് പ്രവർത്തിക്കുക, അത് പ്രാവർത്തികമാകുക. അല്ലാതെ ഇവനെ പോകണന്റെ പുറകെയാണോ നമ്മൾ തെണ്ടി പോകത്തുള്ളൂ. വേണ്ടി സോറി കേട്ടോ, സോറി. ഇപ്പൊ പറഞ്ഞ പോയിന്റാ ചേട്ടാ. ഇപ്പൊ പറഞ്ഞ പോയിന്റാ. പോകുന്നതിന് മുമ്പ് ഒരെണ്ണം കൊടുക്കട്ടെ. ആ ലാസ്റ്റ് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോയിന്റ്. അപ്പൊ നമുക്ക് ജീവിക്കാൻ നോക്കാം, വേറെ ആളുടെ വാക്കിനായിട്ട് നിക്കരുത്. പക്ഷെ എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ഒരു ബൈ പറഞ്ഞാൽ നമുക്ക് ബൈ പറഞ്ഞു പോവാം. അപ്പൊ ബൈ.
sisters.